ഈ ലോകത്തിൽ ചിലരുണ്ട്. ചിലത് ആഗ്രഹിക്കാനും മനസ്സുകൊണ്ടത് ഉറപ്പിക്കാനും ഒടുവിലത് നേടിയെടുക്കാനും കഴിയുന്ന ചിലർ. അവരുടെ ഇച്ഛാശക്തിയുടെ താളത്തിനനുസരിച്ചാണ് ഈ ലോകത്തിന്റെ കറക്കം. ആ ഇച്ഛാശക്തി ഇല്ലാത്തവർക്ക് ആകാശ ഗോപുരങ്ങൾ പണിയാനാവില്ല. അങ്ങേക്ക് തീരെ സുഖമില്ല എന്റെ രാജശില്പി. ഭ്രാന്താണെന്ന് തന്നെ കരുതിക്കോളൂ. എനിക്കറിയാം നീ അതാണ് ഉദ്ദേശിച്ചതെന്ന്. നിനക്കറിയാമോ ഹിൽഡ, ആ 2 കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദി ഞാനായിരുന്നു. അന്ന് മറ്റൊരു മരണം കൂടെ നടന്നു. അത് ആലീസിൻ്റെതായിരുന്നു. ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു ഞങ്ങൾക്ക്. 2 കൈകളിലും കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചു കിടക്കുന്ന ആലീസിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഭാഗ്യം നെഞ്ചിലെ ഒരു മുറിവാണ്, ചോര വാർന്നൊലിക്കുന്ന മുറിവ്. ആ മുറിവുണക്കാൻ മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങൾ തുന്നിച്ചേർത്തേ മതിയാവും. എന്നാലും ആ മുറിവുണങ്ങുന്നില്ല. കാലം കഴിയുമ്പോൾ പിന്നെയും ചോര വാർന്നൊലിക്കും. അതിൻ്റെ നീറ്റലും വേദനയും മറ്റാർക്കും അറിയില്ല. താങ്കളുടെ മനസാക്ഷി തീരെ ദുർബലമാണ്. ഭാരമുള്ളതൊന്നും പേറാൻ അതിന് ശക്തിയില്ല. ഒരാളുടെ മനസാക്ഷി എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ്? അത് ഉരുക്കുപോലെ കരുത്തുള്ളതായിരിക്കണം, നല്ലതുപോലെ മൂർച്ചയുള്ളതും. നിനക്കതുപോലൊരു മനസാക്ഷിയുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. അതറിയാനുള്ളൊരു പരീക്ഷണം നിനക്കൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ല. ഉണ്ട്. അപ്പനെ ഉപേക്ഷിച്ചു പോരുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എനിക്കത്ര ഇഷ്ടമായിരുന്നു അപ്പനെ. ഏതാനും ദിവസങ്ങൾ മാത്രം, അത്രയല്ലേ ഉള്ളൂ? അല്ല, ഞാനിനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു പോവില്ല. ഒരിക്കലും? നീ എന്തിനാണ് വീട് വിട്ടു പോകുന്നത് ഹിൽഡ? നിങ്ങൾ വീണ്ടും മറക്കുന്നു. എൻ്റെ ഉള്ളിലെ ഏതോ ഒരു ശക്തി എന്നെ നയിക്കുകയായിരുന്നു ഇവിടെ വരാൻ. എനിക്ക് അമർത്തി വെക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. അതെ, അത് തന്നെ. നിന്റെ ഉള്ളിലുള്ള എന്തോ ഒരു ബാധ, ഒരു ദുർഭൂതം എൻ്റെ ഉള്ളിലുള്ളതുപോലെ. അതിൻ്റെ പ്രേരണയ്ക്ക് മുമ്പിൽ നമ്മൾ അശക്തരാണ്. നമുക്ക് വഴങ്ങിക്കൊടുത്തേ തീരൂ. അതെ, ഉള്ളിൽ ശക്തമായ ആരോഗ്യം തുളുമ്പുന്നൊരു മനസാക്ഷിയുണ്ടെങ്കിൽ ആവശ്യമുള്ളത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും. പഴയ വീരഗാഥകൾ വായിച്ചിട്ടുണ്ടോ ഹിൽഡ? ചിലതൊക്കെ. ആ കഥകളിലെ സാഹസികരായ കപ്പലോട്ടക്കാർ പുറം നാടുകളിൽ ചെന്ന് കൊള്ളയടിച്ച് തുറമുഖങ്ങൾക്ക് തീ കൊളുത്തി ആണുങ്ങളെയൊക്കെ കൊന്നൊടുക്കി. അതെ, എന്നിട്ടവർ പെണ്ണുങ്ങളെ പിടിച്ച് കപ്പലിൽ കയറ്റി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. യാത്രയിൽ അവർ കുടിച്ചു കൂത്താടി, സ്ത്രീ സൗന്ദര്യത്തിൽ മതിച്ച് മത്സരിച്ച്. കോരിത്തരിച്ചു പോകുന്നു. എന്ത്, സ്ത്രീകളെ കീഴടക്കുന്നതിലോ? അല്ല, അങ്ങനെ കീഴടങ്ങുന്നതിൽ. ആകാശത്തിലേക്ക് ഗോപുരം പണിയുന്ന ആളിന് കപ്പലോട്ടക്കാരോട് അസൂയ തോന്നുന്നു. അവർക്ക് ഉരുക്കുപോലെ കരുത്തുറ്റ മനസാക്ഷിയുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് കുടുംബത്തോടൊത്ത് കുട്ടികളോടൊത്ത് കളിച്ചു ചിരിച്ചു കഴിയാനും അവർക്ക് കഴിഞ്ഞിരുന്നു, യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ. അത്തരമൊരാളെ ഇഷ്ടപ്പെടാൻ നിനക്ക് കഴിയുമോ ഹിൽഡ? എന്റെ ഇഷ്ടം എന്റെ വരുതിയിലല്ലല്ലോ. എന്റെ ഉള്ളിലുള്ള ആരോ അത് നിശ്ചയിച്ചു കഴിഞ്ഞു, വളരെ നേരത്തെ. ഹിൽഡ, നീ ഒരു കാട്ടുപക്ഷിയാണ്, പിടിതരില്ല. ഉപമ തെറ്റി. കാട്ടുപൊന്തകളിൽ പതുങ്ങിയിരിക്കുന്ന ഒരു പാവം പക്ഷിയല്ല ഞാൻ. അല്ല, ആകാശ ഗോപുരങ്ങളെ ചുറ്റിപ്പറക്കുന്ന വേട്ടപ്പക്ഷിയാണ് നീ. അതാണ് ശരി. എനിക്കിഷ്ടമുള്ള ഇരയെ വായുവേഗത്തിൽ കൊത്തിയെടുക്കാം. എന്റെ നഖങ്ങൾ അതിനുമേലാഴ്ത്താം. എന്തേ? എന്നുമെന്നും എന്നെ ഉന്മാദം കൊള്ളിക്കുന്ന യൗവനം. ഒരു നിമിഷം, ഒന്നകത്തേക്ക് വരൂ. ഈ ഡ്രോയിങ്ങിൽ ഒന്ന് ഒപ്പുവയ്ക്കൂ. ഇതിൽ ഒപ്പിട്ടാൽ മാത്രം പോരാ, നല്ലൊരു അഭിപ്രായം കൂടി എഴുതണം. അഭിപ്രായം എഴുതാനോ? നെവർ. ആ വൃദ്ധൻ മരണക്കിടക്കയിലാണ്. ഇപ്പോഴെങ്കിലും ആ അച്ഛനോടും മകനോടും ഒരല്പം അനുകമ്പ കാണിച്ചുകൂടെ?
ഒരു പക്ഷേ അലക്സിന് ഇതൊരു നല്ല തുടക്കമായെങ്കിലും. അതെ, അത് തന്നെ. ഒരവസരം കിട്ടിയാൽ അവൻ എന്നെ ചവിട്ടി താഴ്ത്തും. ഞാൻ അവന്റെ അപ്പനോട് ചെയ്ത പോലെ. പുതിയ തലമുറയെ എന്തിനിങ്ങനെ ഭയക്കുന്നു? അവരോട് പൊരുതി നിന്നൂടെ? മരിക്കാൻ പോകുന്ന ആ വൃദ്ധന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ അലക്സ്, അവന് സൂചി കുത്താനുള്ള ഇടം പോലും ഞാൻ നൽകുകയില്ല. ഞാനിവിടെ വരുമ്പോൾ എനിക്കൊരു മോഹമുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഉയരങ്ങളിൽ അങ്ങയെ കാണണമെന്ന മോഹം. ആകാശഗോപുരത്തിന് മുകളിൽ പുഷ്പചക്രവുമേന്തി. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നു, ആൽബർട്ട് സാംസൺ ഒരു ഭീരുവാണെന്ന്. രക്ഷയില്ല ഹിൽഡ. മാറ്റം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അനിവാര്യമായ മാറ്റം. എനിക്കതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. കൊണ്ടുവരൂ, ഒപ്പിടാം. ഇനി നല്ല 4 വാചകങ്ങൾ കൂടി. എന്തു പറ്റി ആൽബർട്ട്? ഹിൽഡ എവിടെ? ഇരുട്ടത്തെന്താ തനിച്ച്? ഇനി 2 ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ ഗോപുരത്തിന്റെ പണി തീരും. ലോകം മുഴുവൻ അത് കാണും. എന്റെ ആകാശഗോപുരം. ആൽബർട്ട്, എന്താ അത്? ഒന്ന് പോയി നോക്കൂ. ആർക്കും എന്താ പറ്റിയിട്ടുണ്ട്? Take him to the hospital immediately. Okay, they will take care of him. You carry on with your work.